ഹലോ എവരിവൺ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BE-VAE 181 ബ്ലോക്ക് 2 ആണ്. അപ്പം നമുക്കിതിൽ ആദ്യം പഠിക്കാനുള്ളത് നാച്ചുറൽ റിസോഴ്സസിനെ കുറിച്ചാണ്. എന്താണ് നാച്ചുറൽ റിസോഴ്സസ്? റിസോഴ്സസ് ഒബ്റ്റെയിൻഡ് ഫ്രം നേച്ചർ യൂസ്ഡ് ബൈ ഹ്യൂമൻസ് ഫോർ സർവൈവൽ ആൻഡ് ഡെവലപ്മെൻറ്റ്. മനുഷ്യരുടെ സർവൈവലിനും ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ട് നേച്ചറിലുള്ള റിസോഴ്സസിനെ യൂസ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള റിസോഴ്സസിനെയാണ് നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്, റിന്യൂവബിൾ റിസോഴ്സസും നോൺ റിന്യൂവബിൾ റിസോഴ്സസും. റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസോഴ്സസ് നമുക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ അത് കുറച്ച് കാലങ്ങൾക്ക് ശേഷം, അതായത് ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ നിന്ന് തന്നെ നമുക്കത് പുനഃസ്ഥാപിക്കാൻ പറ്റും. അതായത് തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് വേഗം അത് പുനഃസ്ഥാപിക്കാൻ പറ്റും. അതായത് സോളാർ എനർജി, വിൻഡ് എനർജി, ബയോമാസ്, ഫോറസ്റ്റ് എന്നുള്ളതൊക്കെ. ഇനി നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുക്കും അതൊന്ന് ഫോം ചെയ്യാനും നിശ്ചിത ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടാനും മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുക്കുന്ന റിസോഴ്സസാണ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. അതിന് എക്സാമ്പിളാണ് കോള്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, മിനറൽസ്. നെക്സ്റ്റ് ആണ് ലാൻഡ് റിസോഴ്സസ്. ലാൻഡ് റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് സപ്പോർട്ട് അഗ്രികൾച്ചർ, ഫോറസ്റ്റ്, ഇൻഡസ്ട്രി, സെറ്റിൽമെൻറ്റ്സ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി. അപ്പം നമുക്കറിയാം ലാൻഡിനെ കുറിച്ച്. നമുക്ക് അഗ്രികൾച്ചറിനും ഫോറസ്റ്റിനും എല്ലാത്തിനും ലാൻഡ് ആവശ്യമാണ്. ഇനി ലാൻഡ് ഡീഗ്രഡേഷൻ. അതായത് ലാൻഡ് ഡീഗ്രഡേഷൻ എന്ന് പറഞ്ഞാൽ ലാൻഡിൻ്റെ ക്വാളിറ്റി നശിക്കുന്നത്. എങ്ങനെയൊക്കെയാണ്? ഡിഫോറസ്റ്റേഷൻ, മൈനിങ്, ഓവർ ഗ്രേസിങ്, സോയിൽ ഇറോഷൻ, അർബനൈസേഷൻ, ഇതൊക്കെയാണ് കോസസ്. ഇതിനെതിരെ നമുക്ക് എടുക്കാൻ പറ്റുന്ന കൺട്രോൾ മെഷേഴ്സ് എന്തൊക്കെയാണ്? അഫോറസ്റ്റേഷൻ, കൺട്രോൾഡ് ഗ്രേസിങ്, സോയിൽ കൺസർവേഷൻ, സസ്റ്റൈനബിൾ ഫാമിംഗ്. പിന്നെയുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആണ് സോയിൽ റിസോഴ്സസ്. സോയിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? റോക്സിൻ്റെ വെതറിങ്ങിൻ്റെ കൂടെ ഓർഗാനിക് മാറ്റേഴ്സിൻ്റെ ഡീകമ്പോസിഷൻ കൂടി ചേർന്നാണ് സോയിൽ ഫോർമേഷൻ ഉണ്ടാകുന്നത്. സോയിലിൻ്റെ പ്രൊഫൈൽ ലെയേഴ്സ് 4 ടൈപ്പ് ഉണ്ട്. അതായത് ലെയേഴ്സിൻ്റെ പേര് O ഹൊറിസൺ, A ഹൊറിസൺ, B ഹൊറിസൺ, Z ഹൊറിസൺ. അപ്പോൾ അതും ശ്രദ്ധിക്കാം. പിന്നെ മേജർ സോയിൽ ടൈപ്സ് ഏതൊക്കെയാണ് അതും ശ്രദ്ധിക്കാം. പിന്നെ ഒരു സോയിലിൻ്റെ ഫെർട്ടിലിറ്റി, വളക്കൂറ് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഒരു സോയിലിനുള്ള കഴിവ്, എന്തിനുള്ള കഴിവ്? പ്ലാന്റ്സ് വളരാൻ വേണ്ടിയിട്ട് ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്യാൻ അതിൻ്റെ കഴിവിനെയാണ് നമ്മൾ സോയിൽ ഫെർട്ടിലിറ്റി എന്ന് പറയാം. അപ്പോൾ സോയിൽ കൺസേർവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അഫോറസ്റ്റേഷൻ, കോണ്ടോർ ഫാമിംഗ്, ടെറസ് ഫാമിംഗ്, സ്ട്രിപ്പ് കോർപ്പിംഗ്, ഷെൽട്ടർ ബെൽറ്റ്സ്, ചെക്ക് ഡാംസ്, സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. ഇനിയുള്ളതാണ് വാട്ടർ റിസോഴ്സസ്. വാട്ടർ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ഡ്രിങ്കിങ്, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രീസ് ആൻഡ് ഇലക്ട്രിസിറ്റി ജനറേഷൻ. വാട്ടറിൻ്റെ സോഴ്സസ് എന്തൊക്കെയാണ്? സർഫസ് വാട്ടറും ഗ്രൗണ്ട് വാട്ടറുമാണ്. ഇതിൽ മെയിനായിട്ടുള്ളതാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്താണ്? സ്റ്റോറിങ് റെയിൻ വാട്ടർ ഫോർ ഫ്യൂച്ചർ യൂസ്. അതായത് ഫ്യൂച്ചറിലെ യൂസിന് വേണ്ടിയിട്ട് റെയിൻ വാട്ടർ കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നത്. പിന്നൊന്നാണ് വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ്. അതായത് മാനേജിങ് ലാൻഡ് ആൻഡ് വാട്ടർ റിസോഴ്സസ് ഇൻ എ വാട്ടർ ഷെഡ് ഏരിയ ഫോർ സസ്റ്റൈനബിൾ യൂസ്, റെഡ്യൂസ് സോയിൽ ഇറോഷൻ, ഇംപ്രൂവ് ഗ്രൗണ്ട് വാട്ടർ റീചാർജ്, ഇൻക്രീസ് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി. പിന്നുള്ളതാണ് ഫോറസ്റ്റ് റിസോഴ്സസ്. ഫോറസ്റ്റ് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മോസ്റ്റ് വാല്യുബിൾ ആയ റിസോഴ്സാണ് ഫോറസ്റ്റ്. നമുക്ക് ഓക്സിജനും ടിമ്പറും മെഡിസിൻസും ഫുഡും ഫ്യൂവലും വൈൽഡ് ലൈഫും എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഫോറസ്റ്റ് നമ്മൾ പറഞ്ഞു, നമുക്ക് ക്ലൈമറ്റ് റെഗുലേറ്റ് ചെയ്യാനും സോയിൽ ഇറോഷൻ പ്രിവെൻറ്റ് ചെയ്യാനും വാട്ടർ സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഫോറസ്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് ഡിഫോറസ്റ്റേഷൻ. ഡിഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് സ്കെയിൽ ഓഫ് കട്ടിങ് ഓഫ് ഫോറസ്റ്റ്. അതായത് കാട് വെട്ടി നശിപ്പിക്കുന്നതിനെയാണ് എന്ത് പറയുക? ഡിഫോറസ്റ്റേഷൻ. ഇത് എന്തിനൊക്കെ വേണ്ടിയാണ് നടത്താറ്? അഗ്രികൾച്ചർ, മൈനിങ്, ഇൻഡസ്ട്രീസ്, റോഡ് കൺസ്ട്രക്ഷൻ എന്നിവയ്ക്ക് വേണ്ടി ഡിഫോറസ്റ്റേഷൻ നടത്താറുണ്ട്. ഇതിൻ്റെ എഫക്റ്റ് എന്താണ് ഉണ്ടാവുക? സോയിൽ ഇറോഷൻ. ഇതുമൂലം സോയിൽ ഇറോഷൻ ഉണ്ടാകുന്നു, ഫ്ലഡ് ഉണ്ടാകുന്നു, ക്ലൈമറ്റ് ചേഞ്ച്, ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെടുന്നു. ഇതൊക്കെയാണ് ഡിഫോറസ്റ്റേഷൻ മൂലം ഉണ്ടാകുന്ന എഫക്റ്റുകൾ. ഓക്കെ, എങ്കിലും നമുക്ക് എങ്ങനെയൊക്കെ ഫോറസ്റ്റിനെ കൺസേർവ് ചെയ്യാം, എങ്ങനെയൊക്കെ സംരക്ഷിക്കാം? ഒന്ന് അഫോറസ്റ്റേഷൻ ഡിഫോറസ്റ്റേഷന് മാറിപ്പോകരുത്. അഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റിങ് ട്രീസ് ഓൺ ബാരൻ ഓർ നോൺ ഫോറസ്റ്റ് ലാൻഡ്. അതായത് കാടൊന്നും അല്ലാത്ത മേഖലയിൽ അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്തൊരു ബാരനായിട്ടുള്ള സ്ഥലത്ത് ചെടികൾ പ്ലാന്റ് ചെയ്യുന്നതിന് അഫോറസ്റ്റേഷൻ എന്ന് പറയും. എന്നാൽ റിഫോറസ്റ്റേഷനോ റീപ്ലാന്റിങ് ട്രീസ്, അതായത് കാട് വെട്ടി നശിപ്പിച്ച സ്ഥലത്ത് ചെടികളെ വീണ്ടും നട്ടു വളർത്തുന്നതിനാണ് റിഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്.
പിന്നെ ഉള്ളതാണ് അഗ്രോ ഫോറസ്ട്രി. അഗ്രോ ഫോറസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരങ്ങൾ വെച്ച് നട്ടുപിടിക്കുക. എന്തിൻ്റെ കൂടെ? അഗ്രികൾച്ചർ ക്രോപ്സിൻ്റെ കൂടെയും, അതായത് വിളവെടുക്കാൻ വേണ്ടിയുള്ള ക്രോപ്സിൻ്റെ കൂടെ ട്രീസിനെ വെച്ച് വളർത്തുന്നതിനെയാണ് അഗ്രോ ഫോറസ്ട്രി എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് സോഷ്യൽ ഫോറസ്ട്രി, അതായത് പ്ലാന്റിങ് ട്രീസ് വിത്ത് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. ആളുകളായിട്ട് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനിലൂടെ പ്ലാന്റ്സിനെ ട്രീസ് പ്ലാന്റ് ചെയ്യുന്നത്. ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അഫോറസ്റ്റേഷനും റീഫോറസ്റ്റേഷനാണ്. അഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് കാടുകൾ ഉണ്ടാക്കുക, അതായത് ബെയർനായിട്ടുള്ള ലാൻഡിൽ. എന്നാൽ റീഫോറസ്റ്റേഷൻ ലോക്കൽ ലാൻഡിനെ അല്ലെങ്കിൽ ലോക്കൽ ഫോറസ്റ്റിനെ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ഫോറസ്റ്റുകളെ റീസ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഉള്ളത് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി ഓഫ് ലിവിങ് ഓർഗാനിസം ഓൺ എർത്ത്, അതായത് ഈ ഭൂമിയിൽ താമസിക്കുന്ന പലതരം ലിവിങ് ഓർഗാനിസത്തിനെ നമുക്ക് പറയുന്നതാണ് ബയോഡൈവേഴ്സിറ്റി. ഇതിന് 3 ലെവലുണ്ട്: ജനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി, എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. അപ്പോൾ അതെന്താണെന്ന് വായിച്ചു നോക്കുക. പിന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ മെയിൻറ്റെയിൻ എക്കോളജിക്കൽ ബാലൻസ്, പ്രൊവൈഡ് ഫുഡ് ആൻഡ് മെഡിസിൻ, സപ്പോർട്ട് അഗ്രികൾച്ചർ, മെയിൻറ്റെയിൻ എക്കോസിസ്റ്റം സ്റ്റെബിലിറ്റി. ഇനി ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് എന്താ? ഏരിയാസ് ഹാവിങ് ഹൈ ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ഹൈ നമ്പർ ഓഫ് എൻഡമിക് സ്പീഷ്യസ്, ഹൈ ത്രെട്ട് ഓഫ് എക്സ്റ്റിങ്ഷൻസ്. അപ്പോൾ എൻഡമിക് സ്പീഷ്യസും എൻഡേഞ്ചേർഡ് സ്പീഷ്യസും എന്താണ്? എൻഡമിക് സ്പീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഷ്യസ് ഫൗണ്ട് ഓൺലി ഇൻ വൺ ജോഗ്രഫിക്കൽ ഏരിയ, അതായത് ഒരു പ്രദേശത്ത് മാത്രം കാണപ്പെടുന്ന സ്പീഷ്യസിനെയാണ് എൻഡമിക് സ്പീഷ്യസ് എന്ന് പറയുക. എൻഡേഞ്ചേർഡ് സ്പീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഷ്യസ് ഫേസിങ് എസ് ഹൈ റിസ്ക് ഓഫ് എക്സ്റ്റിങ്ഷൻ, അതായത് എക്സ്റ്റിങ്ഷൻ സംഭവിക്കാൻ സാധ്യതയുള്ള ഹൈ റിസ്ക്കുള്ള സ്പീഷ്യസിനെയാണ് എൻഡേഞ്ചേർഡ് സ്പീഷ്യസ് എന്ന് പറയുക. ഇനിയുള്ളത് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. എങ്ങനെ നമുക്ക് സംരക്ഷിക്കാം? ഒന്ന് ഇൻസിറ്റു കൺസർവേഷൻ ഇൻ ദ നാച്ചുറൽ ഹാബിറ്റാറ്റ്, അതായത് ഇൻസിറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നേച്ചുറൽ ഹാബിറ്റാറ്റിൽ തന്നെ കൺസർവേഷൻ, അതായത് നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഒക്കെ. എക്സിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സൈഡ് ദ നാച്ചുറൽ ഹാബിറ്റ്, അതായത് അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് സംരക്ഷിക്കുന്നത്, അതായത് സൂ ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. അപ്പോൾ ഓർക്കാൻ എളുപ്പത്തിന് ഇൻസിറ്റു എന്ന് പറഞ്ഞാൽ ഇൻ നേച്ചർ, എക്സിറ്റു എന്ന് പറഞ്ഞാൽ എക്സിറ്റ് നേച്ചർ, അതായത് നേച്ചറിൻ്റെ പുറത്ത്, അതായത് സൂവിലേക്ക് മൃഗങ്ങളെ കൊണ്ടുവന്ന് അവിടെ ജീവിപ്പിക്കാണല്ലോ, താമസിപ്പിക്കാണല്ലോ. അപ്പം അങ്ങനെയുള്ളത്. ഇനിയുള്ളത് മിനറൽ ആൻഡ് എനർജി റിസോഴ്സസ്. മിനറൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ എർത്തിൻ്റെ ക്രസ്റ്റിൽ നാച്ചുറലി ഒക്കേറിങ് സബ്സ്റ്റൻസ് ആണ് മിനറൽസ്. ഇനി ഇതിൻ്റെ ടൈപ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? മെറ്റാലിക് മിനറൽസ് ഉണ്ട്, നോൺ മെറ്റാലിക് മിനറൽസ് ഉണ്ട്. ഇനി മിനറൽ കൺസർവേഷൻ എങ്ങനെയാണ് നമുക്ക് നടത്താൻ പറ്റുക? റീസൈക്ലിംഗ്, എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ, സസ്റ്റൈനബിൾ വിന്നിങ്, റെഡ്യൂസിങ് വേസ്റ്റേജ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് എനർജി റിസോഴ്സസ്. നമുക്കറിയാം എനർജി അത്യാവശ്യമാണ്. എന്തിന്? ഇൻഡസ്ട്രീസിനും ട്രാൻസ്പോർട്ടിനും അഗ്രികൾച്ചറിനും ഡെയിലി ലൈഫിനും എല്ലാം എനർജി ആവശ്യമാണ്. എനർജി 2 ടൈപ്പ് ഉണ്ട്: റിന്യൂവബിൾ എനർജിയും നോൺ റിന്യൂവബിൾ എനർജിയും. ഇതിൽ റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ, വിൻഡ്, ജിയോ തെർമൽ, ബയോമാസ് അങ്ങനെയുള്ളതും. നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോള്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്. ഇതിൽ സോളാർ എനർജിയാണ് മോസ്റ്റ് അബണ്ടൻ്റ് ആയിട്ടുള്ള എനർജി സോഴ്സ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത് ക്ലീൻ ആണ്, നോൺ പൊല്യൂട്ടിംഗ് ആണ്. അതുപോലെ വിൻഡ് എനർജി ഉണ്ടാകുന്നത് വിൻഡ് ടർബൈൻസിൻ്റെ ഹെൽപ്പിലൂടെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് എക്കോ ഫ്രണ്ട്ലി ആണ്, എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നില്ല. പിന്നെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേറ്റഡ് ഫ്രം ഫ്ലോയിങ് വാട്ടർ, വെള്ളത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ. ഹൈഡ്രോ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം വെള്ളം. പ്രൊഡ്യൂസസ് ക്ലീൻ ഇലക്ട്രിസിറ്റി. പക്ഷേ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ലാർജ് ഡാംസിൽ നിന്നാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ലാർജ് ഡാംസ് ഫോറസ്റ്റിനെയും വൈൽഡ് ലൈഫ് കമ്മ്യൂണിറ്റീനെയൊക്കെ എഫക്റ്റ് ചെയ്യും. പിന്നെ ബയോമാസ് നമുക്കറിയാം, ചാണകം, അതായത് പ്ലാന്റ് ആനിമൽ വേസ്റ്റ് എന്നൊക്കെ ഉണ്ടാവുന്നതാണ് ബയോമാസ് എനർജി. വോയിസ് കേൾക്കുന്നതിനൊപ്പം സ്ലൈഡ്സും റീഡ് ചെയ്യാൻ പറ്റായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും നിങ്ങൾക്ക്. പിന്നുള്ളത് നമുക്ക് പഠിക്കാനുള്ളത് എനർജി കൺസർവേഷനാണ്. എങ്ങനെയൊക്കെ എനർജി കൺസേർവ് ചെയ്യാം? എഫിഷ്യൻ്റ് അപ്ലയൻസസ്, നമ്മൾ ചൂസ് ചെയ്യുന്ന അപ്ലയൻസസ്, അതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുക, സസ്റ്റൈനബിൾ ഹാബിറ്റ്സ്, അതായത് ആവശ്യമില്ലാത്ത സമയങ്ങളിൽ ലൈറ്റ് ഓഫ് ചെയ്യുക, അതുപോലെ റിഡ്യൂസ് AC-ൻ്റെ ഉപയോഗം കുറയ്ക്കുക. അങ്ങനെ സസ്റ്റൈനബിൾ ഹാബിറ്റ്സിലൂടെ നമുക്ക് എനർജി കൺസേർവ് ചെയ്യാം. അതുപോലെ ഗ്രീൻ ബിൽഡിങ്സ്, LED ലൈറ്റിംഗ്, അതായത് ഇൻകാൻഡസെൻറ്റ് ബൾബ്സിന് പകരം LED യൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള കൺസർവേഷൻ മെത്തേഡ്സ് നമുക്ക്
അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിൽ പഠിക്കാനുള്ളത്. അതായത് റിന്യൂവബിൾ, നോൺ റിന്യൂവബിൾ പഠിക്കുക, ഡിഫോറസ്റ്റേഷൻ, അഫോറസ്റ്റേഷൻ, റീഫോറസ്റ്റേഷൻ, ബയോഡൈവേഴ്സിറ്റി, ഹോട്ട്സ്പോട്ട്, എൻഡമിക്കും എൻഡേഞ്ചേർഡും, പിന്നെ ലാൻഡ് ഡിഗ്രഡേഷൻ, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഓൾറെഡി ഫസ്റ്റ് യൂണിറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അറിയാം, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ എന്നാൽ ഫ്യൂച്ചർ ജനറേഷനെ ഹാം ചെയ്യാതെ ഡെവലപ്മെൻറ്റ് കൊണ്ടുപോകുന്നതാണ് സസ്റ്റൈനബിൾ. അത് ഏതിൻ്റെ റിപ്പോർട്ടിൻ്റെ ബേസിലാണ്? ബ്രെഡ്ലാൻഡ് റിപ്പോർട്ട്. അപ്പോൾ അതും ശ്രദ്ധിക്കാം. അപ്പം ഞാൻ ഇനി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും കൂടി അറിയിക്കുക. എന്നാൽ മാത്രമേ എനിക്ക് തുടർന്നും ഇതുപോലുള്ള ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ നിങ്ങളെ കമൻസിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. സോ കൈൻഡ്ലി കൺസിഡർ മൈ എഫേർട്ട് ഓൾസോ. താങ്ക് യു.